ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മഹീന്ദ്ര XUV 300 പറ്റിയാണ്. അതായത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡലായ XUV 300യുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വാഹന വിപണിയിൽ ഏറെ മത്സരം നടക്കുന്ന ഒരു സെഗ്മെന്റാണ് കോമ്പാക്ട് SUV സെഗ്മെന്റ്. ഈ സെഗ്മെന്റിൽ ശക്തമായ ഒരു മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ട് മറ്റ് വാഹനങ്ങളിൽ ഇല്ലാത്ത ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് XUV 300 എന്ന മോഡലിനെ മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ ഈ ക്രോം സ്റ്റഡുകളുള്ള ഈ ഗ്രില്ലാണ് XUV 500യുമായി സാമ്യതകൾ തോന്നിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൊജക്ടർ ലോ ബീമും അതുപോലെ തന്നെ ഹലോജൻ ഹൈ ബീം ലാമ്പുമാണ് ഉള്ളത്. പിന്നെ വരുന്നത് ഒരു വലുപ്പമുള്ള ഒരു DRL ആണ്. അതിന് ഫോഗ് ലാമ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഫോഗ് ലാമ്പിൻ്റെ താഴെയായിട്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഈ സെഗ്മെൻറ്റിൽ അത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ എയർ ഡാമിൻ്റെ ഈ ഭാഗത്തായിട്ട് ക്രോം സ്ട്രിപ്പുകളൊക്കെ ഉപയോഗിച്ച് ഭംഗിയായി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. മികച്ച ഔട്ട്പുട്ട് തരുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. പെട്രോൾ വേരിയൻറ്റിൽ വരുന്നത് 1.2 ലിറ്റർ ആണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വശങ്ങളിലേക്ക് വരാം. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ 17 ഇഞ്ചസ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാണാം. ഈ വാഹനത്തിന് പിറകുവശത്തും ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണുള്ളത്. ഇനി വീലാർച്ചിൻ്റെ മുകളിലായിട്ട് ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം. അത് ഡോറിൻ്റെ ഭാഗത്തെത്തുന്ന സമയത്ത് ബീഡിങ്ങുമായി കൂടിച്ചേരുമ്പോൾ ഒരു ബോൾഡ് ലുക്ക് തരുന്നുണ്ട്. റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ സൺ റൂഫ് വരുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ വരുന്നത് സി പില്ലറിലൊരു ഫ്ലോട്ടിംഗ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൻ്റെ താഴെയായിട്ട് XUV 500 ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി പിറകുവശത്തേക്ക് വരുമ്പോൾ റിയർ സ്പോയിലർ കാണാം. അതിൻ്റെ മുകളിലായിട്ട് ആൻറ്റിനയും കാണാം. റിയർ വൈപ്പർ ഉണ്ട് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ ഡീഫോഗറും ഉണ്ട്. അതുപോലെ ഇവിടെയാണ് ഈ റിവേഴ്സ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ റിവേഴ്സ് സെൻസേഴ്സ് കാണാം. വശങ്ങളിലായിട്ട് ഫോഗ് ലാമ്പുകളും കാണാം. അതുപോലെ തന്നെ LED ടെയിൽ ലാമ്പുകളും കാണാം. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് അതിൻ്റെ ബട്ടൺ വരുന്നത്. 257 ലിറ്റർ ആണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഇനി പുറകുവശത്തെ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 625 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കും. ഇനി പിൻ സീറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മിനിമം മാക്സിമം ലെഗ് റൂം വരുന്നത്. മിനിമം മാക്സിമം എന്നുള്ള രീതിയിൽ ഞാൻ സീറ്റുകൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കംഫർട്ടായി യാത്ര ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങൾ പിറകുവശത്തുമുണ്ട്. ഇനി നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതൊരു കീലെസ് എൻട്രി വാഹനമാണ്. ഇതാണ് അതിൻ്റെ ഒരു റിക്വസ്റ്റ് സെൻസർ. നല്ല ഭംഗിയുള്ളൊരു മീറ്റർ കൺസോൾ തന്നെയാണ് XUV 300ക്ക് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലിവറിനകത്താണ് ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഓട്ടോ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്. അതുപോലെ ഇടതുവശത്തായിട്ട് വൈപ്പർ ഓട്ടോ വൈപ്പർ കൺട്രോൾ സ്വിച്ചസ് ഒക്കെ കാണാം. ഇനി സ്റ്റിയറിംഗ് വീലിൽ വലതുവശത്തായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ഇടതുവശത്തായിട്ട് ഓഡിയോ കൺട്രോൾ സ്വിച്ചസും കാണാം. ഇതാണ് അതിൻ്റെ ഒരു മൾട്ടി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ തന്നെ നേവിഗേറ്റർ തുടങ്ങിയ ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. ഇനി ഗ്ലോ ബോക്സിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഗ്ലോ ബോക്സിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഇതാണ് അതിൻ്റെ സൺ റൂഫ് വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ഈ സെൻറ്റർ മിററിനകത്ത് ഓട്ടോ ഡിമ്മിങ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല.
2 3 4 5 6 and 7 7 എയർ ബാഗുകളാണ് ഈ വാഹനത്തിനകത്തുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഗിയറിൻ്റെ മുൻവശത്തായിട്ട് മൊബൈൽ ഫോൺ കീ ഒക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ സൈഡിലായിട്ട്. ആംറെസ്റ്റിൻ്റെ താഴെയായിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൂടിയുണ്ട് ഈ വാഹനത്തിനകത്ത്. മീറ്റർ കൺസോളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ കൺട്രോൾസൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ സെൻട്രൽ കൺസോളിലാണ്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡറും വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റമാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ 2 സോണുകളായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ എയർ കണ്ടീഷന്. ഇനി നമുക്ക് ഈ വാഹനത്തെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഒരുപാട് സമയമൊന്നുമില്ല, നമുക്ക് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഈ വാഹനം മൂവ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, വളരെ സ്മൂത്താണ് ഇതിൻ്റെ ക്ലച്ചും അതുപോലെ തന്നെ ഗിയറൊക്കെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം ഒരു ലാഗൊന്നും ഫീൽ ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ എടുത്തെടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളായതുകൊണ്ട് തന്നെ മികച്ച ബ്രേക്കിങ്ങും പ്രദാനം ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയക്കുറവുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചറുകളുള്ള വാഹനമായതുകൊണ്ട് തന്നെ പല ഫീച്ചറുകളും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ സമയക്കുറവുമുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടാകാം. അതുകൊണ്ട് പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 8,88,000 മുതൽ 13,95,000 രൂപ വരെയാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും വേണ്ടി കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് XUV300യുടെ സവിശേഷതകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.